പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ഇഡി നോട്ടീസ് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതാ കിഫ്ബി വഴി കേരളത്തിൽ നടപ്പിലാക്കുന്നത് 1190 പദ്ധതികളെന്നാണ് CPIM പറഞ്ഞു വെക്കുന്നത്. അതിന് ചെലവഴിക്കുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ 90,562 കോടി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന ഒരു പട്ടികയൊക്കെ ഇപ്പോൾ CPIM ഹാൻഡിലുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 21,624 കോടി എന്നിങ്ങനെ തുടങ്ങി ഏതാണ്ട് 24 പദ്ധതികൾ ആണ് അവർ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. പശ്ചിമ തീര കനാൽ 1331 കോടി എന്നതാണ് പറയുന്നത്. ശബരിമല ഇടത്താവളം 126 കോടി, വ്യവസായ പാർക്കിൻ്റെ 16,527 കോടി, കെ ഫോൺ പദ്ധതി അതൊന്നും ഇപ്പോഴും മുന്നിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും, കെ ഫോൺ ഒന്നും ഉപയോഗിച്ച് തുടങ്ങിയില്ല എങ്കിൽ പോലും 1516 കോടി, വിനോദസഞ്ചാര മേഖല, ഉന്നത വിദ്യാഭ്യാസം, അങ്ങനെ കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി ചെലവഴിക്കുന്നു. നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമൊന്നും വന്നിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം അങ്ങനെയുള്ള കിഫ്ബിയെ തകർക്കാനാണ് ശ്രമം എന്നുള്ളതാണ് CPIMന്റെ വാദം. അതുതന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിലും അവർ ഉന്നയിക്കാൻ പോകുന്നത്. ഇനി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വാദത്തെ എങ്ങനെയാണ് മറികടക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് UDFന്റെ നിലപാടും ഒപ്പം കോൺഗ്രസിന്റെ നിലപാടും എന്നത് തന്നെയാണ്. എന്തായിരുന്നു കോൺഗ്രസ് ചെയ്തത് എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ആദ്യത്തെ പ്രതികരണം ഉണ്ടായത് കോൺഗ്രസ് കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടും രംഗത്തെത്തി എന്നുള്ളതാണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാന സർക്കാരിന് മാത്രവുമല്ല, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് അടക്കം നിരവധി തവണ പല വിഷയങ്ങളിലായി നോട്ടീസ് വന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ കേന്ദ്രം രാഷ്ട്രീയ പാർട്ടികളെ അടക്കം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞു വെക്കുന്ന കോൺഗ്രസിന് അത് ആദ്യം അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടി വന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് അത് തിരിച്ചറിയുന്നത് ഈ വിഷയത്തെ വലിയ തോതിൽ ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം ആണ്. അവിടെ കോൺഗ്രസിന് ഒരു അടിയേറ്റിട്ട് നിൽക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലാണ്. മറുഭാഗത്താകട്ടെ സംസ്ഥാന സർക്കാരിന് നേരെ ഉന്നയിക്കാൻ നിരവധിയായ വിഷയങ്ങളുണ്ട്. അതിൽ ശബരിമല വിഷയങ്ങൾ ഉണ്ട്. മാത്രവുമല്ല ഏറ്റവും ഒടുവിൽ ലേബർ കോഡ് സംസ്ഥാന സർക്കാർ CITUവിനെ പോലെയുള്ള സംഘടനകൾ പോലും അറിയാതെയാണ് നടപ്പിലാക്കിയത് എന്ന വിമർശനം ഉന്നയിക്കുന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെ വിമർശനമായി ഉന്നയിക്കുന്നു. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് കൃത്യമായ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന വിമർശനം, ഇതൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഓൺ ചെയ്യേണ്ടതില്ല, ഇതിൽ കൂടുതൽ പ്രതികരണം നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ആദ്യം ഇതിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടാണ് എങ്കിലും പിന്നീട് സ്വീകരിച്ച നിലപാട് വിമർശനാത്മകമായിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന വിമർശനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം. EDയുടെ നോട്ടീസിൽ ഞങ്ങൾ വലിയ കാര്യമായി കാണുന്നില്ല. കാരണം ED ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു, ധനകാര്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഭായി ബന്ധം ED നോട്ടീസുകളെയൊക്കെ കാറ്റിൽ പറത്തി എന്നതാണ് സത്യം. അതേ ഒരവസ്ഥ ഇതിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണമാണെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, അതാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ വിഷയം ഓൺ ചെയ്ത് നിർത്തിയാൽ അത് മറ്റു വിഷയങ്ങളിൽ നിന്ന്, അതായത് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ നഷ്ടമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നില്ല. സർക്കാർ വിമർശനങ്ങളുടെ ശ്രദ്ധ മാറാൻ മാത്രമാണ് ഇത് ഉപകരിക്കുകയുള്ളൂ. അങ്ങനെ ശ്രദ്ധ മാറ്റി കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തി കാണിച്ചാൽ ഒന്ന്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് തോന്നുന്നു ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിപ്പോഴും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വാദങ്ങളിൽ ആരുടെ ഭാഗത്ത് ശരി തെറ്റ് എന്നതൊക്കെ കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോയാൽ അത് രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് അതിനെ തൽക്കാലം മാറ്റിവെക്കുന്നു. ഇതിൽ അഴിമതി നടന്നു എന്ന കാര്യം കോൺഗ്രസിന്റെ ചില നേതാക്കളെങ്കിലും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും എന്നതിലും സംശയമില്ല. ഇനി BJP ആണ് ഇതിൽ ആരോപണം നേരിടുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി. സ്വാഭാവികമായും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP രാഷ്ട്രീയമായി ഇതിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ചില വിമർശനങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് ഈ BJPയും CPIയും തമ്മിൽ ഭായ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട്. പല വിഷയങ്ങളിലും സർക്കാരുമായി കോംപ്രമൈസ് ചെയ്യുന്നു എന്നതാണ്. അതിന് പല ഉദാഹരണങ്ങൾ കൂടിയുണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് ഓർമ്മയുണ്ടാകും ഈ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ.
ചില സമയത്ത് അതിങ്ങനെ കത്തിപ്പടർന്നു നിൽക്കും, അതിനുശേഷം അത് മയപ്പെടും. അതൊരു തരം വിലപേശൽ രാഷ്ട്രീയമാണ് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതായി ശബരിമല വിഷയം തന്നെ വരുമ്പോൾ, ശബരിമല വിഷയം എന്നത് BJP സ്വാഭാവികമായും വലിയ തോതിൽ ഉയർത്തി കാണിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ പോലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം BJP അവിടെ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് സംസ്ഥാന സർക്കാരുമായുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന വിമർശനമാണ് മറുകോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അത്തരം വിമർശനങ്ങളെ മറികടക്കാൻ പറ്റുന്ന ഒന്നായി ഇതിനെ കണക്കാക്കിയാണ്. പക്ഷേ കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ CPM-ന് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കി കൊടുക്കലാണ്. CPM ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ പ്രതിസന്ധിയിലാകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ആ ഘട്ടത്തിൽ ഇതാ ഇങ്ങനെയൊരു വിഷയം എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനെ ആയുധമാക്കി ആ വിഷയങ്ങൾക്ക് മറ തീർക്കാൻ CPM-ന് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബൈ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല എന്ന രീതിയിലാണ്. ഞങ്ങൾ CPM-മായി സന്ധി ചെയ്യാറൊന്നുമില്ല, CPM നടത്തുന്ന അഴിമതികൾക്കെതിരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞു വെക്കാനാണ് BJP ശ്രമിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനും അതുതന്നെയാണ് പറഞ്ഞത്. ആർക്കാണ് 21 കോടി ഫീസ് കൊടുത്തത്? അത് ചോദിക്കേണ്ട ഒരു പ്രശ്നമല്ലേ? എന്തുകൊണ്ട് അത് മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാശ് റേസ് ചെയ്യുന്നു, ഇവിടെ കാശില്ലേ? എത്രയോ സംസ്ഥാനങ്ങൾ ഇവിടെ ബോണ്ട് റേസ് ചെയ്യുന്നു. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം, ഇവിടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതൊരു ചോദ്യമാണ്, ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. അതിന് ഒരു ഉത്തരം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാ, തോമസ് ഐസക് പറയാ. അതല്ലാണ്ട് ഇത് ചോദിക്കുമ്പോൾ ഇത് ഇലക്ഷന് കാരണമാണ്, ഇത് രാഷ്ട്രീയമാണെന്ന് അതല്ല. എല്ലാവർക്കും ഒരു അവകാശമുണ്ട് ചോദിക്കാൻ. ഇത് എവിടെ പോയി കാശ്? 21 കോടി എവിടെ പോയി? ആർക്ക് കൊടുത്തു? എന്തിനു കൊടുത്തു? ഒരു ചോദ്യം. യെസ്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ ചോദ്യം ആണ് കേട്ടത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇങ്ങനെ തുടർച്ചയായി ED-യുടെ നോട്ടീസ് എത്തും, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്ന് CPM പറയുന്നു. അതേസമയം അഴിമതി കൃത്യമായും പുറത്തു വന്നിരിക്കുന്നുവെന്ന് കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുന്നു. BJP-യുടെ പ്രതികരണവും കേട്ടല്ലോ. സ്വാഭാവികമാണ് ഈ ED-യുമായി ബന്ധപ്പെട്ട വിഷയം എപ്പോഴും അതിൻ്റെ രാഷ്ട്രീയം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ പറയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ മുന്നണികൾ നേരിടുന്നത്? CPM ഇത് കാര്യമായി എടുക്കുന്നില്ല. കാരണം നേരത്തെ പലതവണ ഉയർന്നു വന്ന ആരോപണമാണ്. പലതവണ CPM നേതാക്കൾക്ക് നോട്ടീസ് ലഭിച്ചതാണ്. തോമസ് ഐസക്കിന്റെ ഇന്നലത്തെ ഒരു പരാമർശത്തിന്റെ എങ്ങനെയാണ് CPM-നെ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. വളരെ കൃത്യമായി പറയുന്നു, ED-യുടെ നോട്ടീസ് വകവെക്കില്ല. എന്തിനാണ് ED തന്നെ വിളിപ്പിക്കുന്നതെന്ന ചോദ്യത്തിന് ആദ്യം ED മറുപടി പറയട്ടെ. കഴിഞ്ഞ 7 തവണ നോട്ടീസ് നൽകിയപ്പോഴും ഐസക്കിന്റെ നിലപാടതായിരുന്നു. പലതവണയും അത് കോടതിയിൽ നിന്ന് അനുകൂല നിലപാടും അനുകൂല ഉത്തരവും തോമസ് ഐസക്കിന് ലഭിക്കുകയും ചെയ്തു. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് CPM-നുള്ളത്. ഈ നോട്ടീസും ആ രീതിയിൽ തന്നെ നിയമപരമായും രാഷ്ട്രീയമായും ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം ഉയർന്നു വരുന്നതും CPM വലിയ ആശങ്കയോടെ അല്ല കാണുന്നത്. മറിച്ച് കോൺഗ്രസ് ഭയക്കുന്നത് പോലെ, കോൺഗ്രസ് വിലയിരുത്തുന്നത് പോലെ ഇത് കുറച്ചുകൂടി CPM-ന് ഗുണം ചെയ്യും. കോൺഗ്രസിനും ഈ വിഷയത്തിൽ CPM-നെ ആ രീതിയിൽ കടന്നാക്രമിക്കുക അത്ര എളുപ്പമല്ല. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നിയമസഭയിൽ കൊണ്ടുവന്ന ആരോപണമാണെങ്കിൽ പോലും അതിനുശേഷം ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടത്, അതിൽ അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അത്തരം നേതാക്കൾക്കെതിരെ ഉള്ള ഈ നീക്കങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഒരുമിച്ച് നേരിടണമെന്നത് പ്രതിപക്ഷ കക്ഷികളോട് ഇന്ത്യ മുന്നണിയുടെ തന്നെ തീരുമാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിനെതിരെ വരുമ്പോഴും ആ നിലപാട് തന്നെയാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ കോൺഗ്രസിനും ഒരു പരിധിക്കപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെ ആ വിഷയത്തിൽ കടന്നാക്രമിക്കാൻ കഴിയില്ല. അത് അങ്ങനെ വന്നാൽ പോലും ഗുണം ചെയ്യുമെന്ന് CPM കണക്കുകൂട്ടുന്നു. അതിന് അപകടം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെ ഇത്തരം പ്രതികരണങ്ങൾ. ആ നോട്ടീസ് കാര്യമായി കാണുന്നില്ല എന്നുള്ളത്. മറ്റു വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയിൽ വേണം. പ്രത്യേകിച്ചും സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർന്നു വരണമെന്ന് തന്നെയാണ് കോൺഗ്രസും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് അവർ ഇത്തരമൊരു അയഞ്ഞ സമീപനം ഇതിൽ സ്വീകരിക്കുന്നത്. പക്ഷേ BJP സ്വാഭാവികമായ വിഷയവും ഉയർത്തിക്കാട്ടും. കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾക്കെതിരെ സംസ്ഥാനത്തെ രണ്ട് മുന്നണികൾ ഒരുപോലെ നിലപാടെടുക്കുമ്പോൾ BJP കുറച്ചുകൂടി അഗ്രസീവായ സ്റ്റാൻഡിൽ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെയൊക്കെ ആ രീതിയിലുള്ള പ്രതികരണം വരുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ വിഷയം ഉയർത്തിക്കാട്ടാൻ രണ്ട് മുന്നണികളും ശ്രമിക്കും. അത് അവിടെ ഒരു ഇരകളാക്കപ്പെടുന്നവരാണ് തങ്ങൾ. സംസ്ഥാനത്ത് എന്ത് വികസനം വന്നാലും പ്രതിപക്ഷം എതിർക്കുമ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് BJP-യുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാദമാകും സർക്കാരും ഇടത് കേന്ദ്രങ്ങളും മുന്നോട്ട് വയ്ക്കുക. യെസ്, ഇതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമ്പോൾ, കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമ്പോൾ, വിശദീകരണം തേടുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നണികൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്.